അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, അതായത് ഈ ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ മുൻ മേധാവി ബി സന്ധ്യ പ്രതികരിച്ചതെന്ന്. അതായത് ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് എന്ന്. അതായത് ഗൂഢാലോചന തെളിയിക്കൽ അത്ര എളുപ്പമല്ലെന്നാണോ, അതോ അത് തെളിയിക്കാനായില്ലെന്ന ആത്മവിശ്വാസ കുറവാണോ ബി സന്ധ്യയുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, നമ്മൾ ഈ കോൺസ്പിറസി ഗൂഢാലോചന 120B IPC പ്രകാരം ഉള്ള കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബൈ കോജന്റ് എവിഡൻസ്, കോജന്റ് ഡയറക്റ്റ് ഓർ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. സർക്കംസ്റ്റൻഷ്യൽ ഡയറക്റ്റ് എവിഡൻസ് ആണെങ്കിലും അത് ഒരു കോജന്റ് എവിഡൻസ്. കോജന്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ എവിഡൻസ് ആയിരിക്കണം, ലോജിക്കലായിട്ട് നിൽക്കണം, കൺവിൻസിങ് ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ കടന്നു വന്നാലേ ഈ 120B നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവിടെ ഡയറക്റ്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ കേസിന്റെ സാഹചര്യം കേട്ടോടത്തോളം നമുക്കറിയാം, സംഭവം നടന്നത് എവിടെയാണ്, ആരാണ് കുറ്റകൃത്യം ചെയ്തത്, എല്ലാം വന്ന് എപ്പോഴാണ് ദിലീപ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്, ഏത് സാഹചര്യത്തിലായിക്കൊണ്ട് വരുന്നത്, ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. ഇതിനകത്ത് എവിഡൻസ് ആക്ട്, അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമുള്ള ഡീൽ ചെയ്യുന്ന ഇലക്ട്രോണിക് എവിഡൻസ്, ദിലീപിനെതിരെ വന്നതിൽ പ്രധാനമായിട്ടുള്ളതും ഇലക്ട്രോണിക് എവിഡൻസുകളൊക്കെയാണ്. ഇലക്ട്രോണിക് എവിഡൻസ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യുമ്പോൾ അതിന് എവിഡൻസ് ആക്ടിലെ കുറെ പ്രധാന കടമ്പകൾ കടക്കാനുണ്ട്. ഞാൻ ജഡ്ജ്മെന്റ് കണ്ടിട്ടില്ല, മിക്കവാറും ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ അതായിരിക്കും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇലക്ട്രോണിക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ that should be in accordance with section 65B of the Evidence Act. അപ്പൊ അത് മിക്കവഴത്തും സംഭവിക്കുന്നത്, ഞാൻ ധാരാളം കേസുകൾ നടത്തി കണ്ടതിൽ ആണ്, ഇത്തരത്തിലുള്ള ഈ എവിഡൻസ്, ഇലക്ട്രോണിക് എവിഡൻസ് പ്രൂവ് ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരാജയപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. മിക്ക കേസുകളിലും ഞാൻ ചെയ്യുമ്പോൾ അവരതിന്റെ ഈ ഒന്നാമത് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊരു ഹീനമായ കുറ്റകൃത്യമാണ്, ഒരു സെഷൻസ് ഓഫ് ഗ്രേവ് ക്രൈമാണ്. ഈ ഗ്രേവ് ക്രൈം ഒക്കെ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വിജിലന്റ് ആയിരിക്കണം, ഷാർപ്പായിട്ട് നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ടാലന്റ് ഉള്ളവരെ തന്നെ ആയിരിക്കണം ചുമതലപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ടാലന്റ് അതുള്ളവരെ തന്നെ ഇങ്ങനത്തെ കേസുകൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്താവൂ. ഇവർ അങ്ങനെ ഉണ്ട് എന്നോ അവരില്ല എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മൊത്തം ഈ സാഹചര്യങ്ങൾ വെച്ച് കാണുമ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ വീഴ്ചയാണ് ഇത് സംഭവിച്ചതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ജഡ്ജ്മെന്റ് വായിച്ചാൽ അത് ക്ലിയർ ആകാനും സാധ്യതയുണ്ട് എന്റെ ചിന്ത. ഇനി നോക്കൂ, ഈ എവിഡൻസ് കൊടുക്കുമ്പോൾ, ഈ എവിഡൻസ് ആക്ട് പറയുമ്പോൾ ഒരുവിധം സുപ്പീരിയർ പോലീസ് ഓഫീസേഴ്സ് ഒന്നും ഈ എവിഡൻസ് ആക്ടിനെ ഗവനിക്കാറില്ല. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ പെട്ടെന്ന് പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ അവർ സബ്സ്റ്റാൻഷ്യൽ ലോ, അതായത് IPC അതുപോലുള്ള ഒഫൻസുകൾ വരുന്ന സബ്സ്റ്റാൻഷ്യൽ ലോ എന്ന് പറയുന്നതും പ്രൊസീജിയറൽ ലോ CRPC ആ പ്രൊസീജിയർ, ഇത് രണ്ടും. ബട്ട് ഇതിനേക്കാളൊക്കെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോ ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് റൂൾ ഓഫ് എവിഡൻസ്. എവിഡൻസ് ലോയാണ്, എവിഡൻസ് ആ ലോ ഓഫ് എവിഡൻസ്. അതാണ് ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ്. കോടതിക്ക് ഒരു ക്രൈമിന്റെ ഡെപ്തിലേക്ക് എത്തണമെങ്കിൽ അത് വെക്കണം. പ്രൊസീജിയർ ഒക്കെ നമുക്ക് ചെറിയ എറർ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ മാറ്റി കൈകാര്യം ചെയ്യാം, ശിക്ഷ കൊടുക്കുന്ന സബ്സ്റ്റാൻഷ്യൽ എവിഡൻസിലും ചെയ്യാം. റൂൾ ഓഫ് എവിഡൻസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് പ്രൊസീജിയർ കോടതിയിൽ വരുന്നത്. റൂൾ ഓഫ് എവിഡൻസിലാണ് കോടതി ഇത് കണ്ടെത്തുന്നത്. അവിടെ ക്രൈമിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഡെപ്ത് അന്വേഷിക്കണമെങ്കിൽ റൂൾ ഓഫ് എവിഡൻസ് വെച്ചിട്ടാണ്. ഇത് മിക്കവാറും കഴിയില്ല. കാരണം ഇതുപോലത്തെ ഈ കേസ് കൈകാര്യം ചെയ്ത ജഡ്ജ്, എനിക്ക് അറിയില്ല ആരായാലും, അവര് അത്യാവശ്യം നല്ലവണ്ണം നോക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊക്കെ ചുമതലപ്പെടുത്തുള്ളൂ. അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ. വളരെ ഡെപ്തിലേക്ക് ഇതിനകത്ത് എവിഡൻസ് പോയിട്ടുണ്ട്. ഇത്രയും കാലം വിസ്തരിച്ചില്ലേ, ഇത്രയും കാലത്തെ ഇത്ര സാക്ഷികളെ, ഇത്രയും ഡോക്യുമെന്റ്സും കിട്ടുന്നു. അപ്പൊ ഓറൽ എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസ് ആൻഡ് അതർ എവിഡൻസ്. വാട്ട് ഈസ് എവിഡൻസ് എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കണ്ടന്റ് അവിടെയുണ്ട്. ഇത് അവിടെ കോടതിയിൽ നിരത്തണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് കൃത്യമായി ചെയ്താൽ മാത്രമേ ഒരു പ്രോസിക്യൂട്ടർക്ക് കേസ് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. കേസ് വിട്ട് കഴിഞ്ഞാൽ അത് പ്രോസിക്യൂട്ടറുടെ വീഴ്ച കൊണ്ട് കേസ് വിട്ടു പോവുക എന്നുള്ളത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ നടന്ന പ്രോസിക്യൂഷൻ നടത്തുന്നതിൽ വളരെ പരിചയക്കുറവുള്ള പ്രോസിക്യൂട്ടർമാർക്കൊക്കെ അങ്ങനെ. ഇതില് അതിജീവിതയുടെ അപ്പീൽ, ഇത് സ്റ്റേറ്റ് അപ്പീലാണ്. സ്റ്റേറ്റ് തീർച്ചയായിട്ടും അപ്പീൽ പോകുന്നതാണ്. അപ്പം അതിൽ
ഇതിൽ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയവർ അവർ ആൾറെഡി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ ക്രിമിനൽ കോൺസ്പിറസി ഇത് നടത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ദിലീപിനെ കുറിച്ചുള്ള കാര്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ എവിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിക്ക് പരിഗണിക്കാം. അപ്പോൾ എവിഡൻസ് ഏതായാലും ഡിസ്ട്രിക്ട് ജഡ്ജ് സാമാന്യം നന്നായിട്ട് നോക്കുന്ന ജഡ്ജ്, ഇത്രയും വർഷമായിട്ട് ഇരുന്ന് ഒരു ദിവസം കൊണ്ടുള്ള എഴുതിയ ജഡ്ജ്മെൻ്റ് ഒന്നല്ലല്ലോ, വളരെയധികം മാസങ്ങളെടുത്ത് എഴുതിയ ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തരം കാര്യങ്ങൾ അതിൻ്റെ എന്താ പറയുന്നത് എവിഡൻഷ്യറി വാല്യൂ എല്ലാം എടുത്താണ് അവർ അത് തയ്യാറാക്കിയിട്ടുണ്ടാകുക. അങ്ങനെ ആയിരിക്കണം അത് എഴുതിയിട്ടുള്ളത്. ഇത് 12-ാം തീയതി അറിയാൻ പറ്റുള്ളൂ, ജഡ്ജ്മെൻ്റ് അന്നാണ് പുറത്തു വരുന്നത്.